ഹായ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ച് ഡയറ്റിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഭയങ്കര വലിയ പുള്ളിയല്ല, ഞാൻ ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ആളുമല്ല. പക്ഷെ ഞാൻ ഡയറ്റ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളത് കൊണ്ടും പിന്നെ അതിനെ കുറേ റിസർച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ടൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ പറയാം. വലിയ അധികാരമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഇത് ഒരു ഷോർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പം ഞാൻ ലെങ്തി ആയിട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ ആയിട്ട് ഒരെണ്ണം ഇടുന്നുണ്ട്. പിന്നെ ഇതിനെ കട്ടായിട്ട് നമ്മൾ ഷോർട്ടായിട്ട് ഇടാം. അപ്പോൾ 2-3 പാട്ടൊക്കെ ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടേക്കണേ. അപ്പം നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും വെയിറ്റ് കുറയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കുറേ നാൾ കൊണ്ടുപോകാൻ പറ്റുന്നതും പിന്നെ എന്താണ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടോ. കാരണം ഒരു 8 മണിക്കൂർ നമുക്ക് ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യാം. അന്ന് ചലിച്ചാൽ കഴിക്കാമല്ല കേട്ടോ, അത്യാവശ്യം നമുക്ക് എല്ലാ ഫുഡും കഴിക്കുകയും ചെയ്യാം. പിന്നെ ഒരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 10 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ 6 മണി വരെ നമുക്ക് ഫുഡ് കഴിക്കാം. 6 മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം 10 മണി വരെ നമ്മൾ വെള്ളം അല്ലാണ്ട് ഒരു സാധനം കഴിക്കാൻ പാടില്ല, വേറെ ഒരു സാധനം. ഇപ്പം ഇൻകേസ് നമുക്ക് ഭയങ്കരമായിട്ടൊക്കെ വിശന്ന് വന്നാൽ വല്ല ഒരു ക്യാരറ്റോ കുക്കുമ്പറോ എന്തെങ്കിലും ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് വേണമെങ്കിൽ തിന്നാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം ആ 16 മണിക്കൂർ കറക്റ്റ് ഫാസ്റ്റിംഗ് എടുത്താലാണ് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അതെങ്ങനെയാണ് ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഡെയിലി വീട്ടിലോട്ട് ഓരോരോ സാധനങ്ങൾ വാങ്ങുവാണ്. അപ്പം നമ്മൾ വീട്ടിൽ ആ സാധനങ്ങൾ തന്നെ ഡെയിലി എടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു, വീട്ടിലോട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ നിർത്തി. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, വീട്ടിലോട്ടുള്ള പുതിയ ഐറ്റംസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഴയ ഐറ്റംസ് എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ പഴയതെടുത്തെടുത്ത് ഉപയോഗിക്കുമ്പോൾ പഴയത് തീർന്നു പോകത്തില്ലേ? ആ ഒരു മെത്തേഡാണ് കേട്ടോ ശരിക്കും നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ഇങ്ങനെ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജിയും കാര്യങ്ങളൊക്കെ ആ പുതിയ ഫുഡിൽ നിന്നായിരിക്കും അവരെടുക്കുന്നത്, ഐ മീൻ ശരീരം എടുക്കുന്നത്. അപ്പോഴത്തേക്കും എന്താ നമ്മൾ ഡെയിലി കൊടുത്തോണ്ടേ ഇരിക്കുവാണല്ലോ. അപ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ എടുത്തോണ്ടിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മളെ ഫാറ്റായിട്ട് വരും. അതേസമയം നമ്മൾ ഈ ഇത്രയും 16 മണിക്കൂറൊക്കെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള എനർജി കിട്ടത്തില്ല. അപ്പോൾ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോർ ചെയ്ത ഫാറ്റിൽ നിന്ന് ആ എനർജി എടുക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ എടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഫാറ്റ് കുറയും, വെയിറ്റ് കുറയും. അങ്ങനെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള മെത്തേഡ് കേട്ടോ. അതെല്ലാവർക്കും എങ്ങനെ അറിയണമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇതുപോലെ തപ്പിപ്പറക്കിയാൽ കിട്ടിയതാണ്. അപ്പം ഞാനതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ അറിയുന്നവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇതാണ് മെയിനായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് പറയാനുള്ള ഒരു മെത്തേഡ്. ഇത് ഫോളോ ചെയ്തുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ഞാൻ ഇടയ്ക്ക് എടുത്തതായിരുന്നു, പിന്നെ എനിക്കത് മടിയായതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കാത്ത. ഇപ്പം ഞാൻ എൻ്റെ മെത്തേഡിൽ അങ്ങ് പോവുകയാണ്, അതുകൊണ്ട് കുറവുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്, കുറച്ചങ്ങ് കഴിയട്ടെ. പിന്നെ കീറ്റോ ഡയറ്റൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഒന്നാമത് കയ്യിൽ നല്ല ചിക്കന് വേണം. കാരണം നല്ല ഐറ്റംസ് നല്ല കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടി വരിക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാശ് വേണം, ചിലവ് വേണം. പിന്നെ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാനും പറ്റില്ല. അത് ഫോളോ ചെയ്ത് പോയാൽ നമ്മുടെ